ശരണം അമ്മേ, നിർത്താതെ നീ തലോടിയിരവിലിവനതിക്രൂരരോഗത്തിലാളിക്കത്തിയിടും നേരമെത്തി. ജലലവമണിയും കാറ്റിനാൽ ഭദ്രകാളി, വ്യർത്ഥം ഭൈഷജ്യമെല്ലാം പരിചരണരതർത്തൂങ്ങി വീഴുന്ന നിദ്രാഗർത്തത്തിൽ പഞ്ചഭൂതം തവദയ യവതാനേകിമാം രോഗമോക്ഷം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ സജ്ജനങ്ങൾക്കും പാദ നമസ്കാരം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 34-ാമത്തെ അധ്യായം, ആ മോക്ഷമാർഗത്തെ ദേവി ഉപദേശിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളെയാണ് നാം ഇന്നലെ അവലോകനം ചെയ്ത് നിർത്തിയത്. ഇന്നു മുതൽ അടുത്തതായിട്ടുള്ള പഞ്ചത്രിംശോധ്യായ 35-ാമത്തെ അധ്യായത്തിലേക്കാണ് പോകുന്നത്. മന്ത്രസിദ്ധി ഉപായമാണ് ഇവിടെ അവലോകനം ചെയ്യുന്ന വിഷയം. ഈ അധ്യായത്തിൽ ഹിമവാന്റെ ചോദ്യത്തോടു കൂടിയാണ് അധ്യായം തുടങ്ങുന്നത്. ഹിമാലയൗവാച യോഗം വദ മഹേശാനി സാംഗം സംവിത്പ്രദായകം കൃതേന യേന യോഗ്യോഹം ഭവേയം തത്വദർശനേ. ഗൗരിയായിക്കൊണ്ട്, തൻ്റെ പുത്രിയായിക്കൊണ്ട്, പരാശക്തിയുടെ അംശമായിക്കൊണ്ട് ദേവി തൻ്റെ ഗൃഹത്തിൽ തൻ്റെ പുത്രിയായി അവതരിക്കാൻ പോകുന്നുണ്ട് എന്ന് ദേവിയുടെ വാക്കുകളിൽ നിന്നും കേട്ടപ്പോഴാണ് ആ ദേവിയുടെ സാരതത്വത്തെക്കുറിച്ച് അറിയണമെന്നും പിന്നീട് ദേവിയുടെ വിരാട് സ്വരൂപം കാണണമെന്നും അതിനുശേഷം മോക്ഷപ്രാപ്തിക്കായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നും എല്ലാം ഹിമവാൻ ചോദിക്കുന്നതും അതിന് ദേവി അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടികളുമാണ് കഴിഞ്ഞ 2-3 അധ്യായങ്ങളിലൂടെ നാം അവലോകനം ചെയ്തു വരുന്നത്. അതിനുശേഷം ഇവിടെ ഇതാ അടുത്തൊരു ചോദ്യം. ഏത് യോഗ അനുഷ്ഠാനങ്ങൾ കൊണ്ടാണ് തത്വദർശനത്തിന് ഈ ജീവൻ യോഗ്യനായി തീരുന്നത്? പരമാത്മ ചൈതന്യത്തെ പ്രദാനം ചെയ്യുന്ന ആ യോഗം എനിക്ക് ഉപദേശിച്ചു തന്നാലും എന്ന് ദേവിയോട് അപേക്ഷിക്കുകയാണ്. അതനുസരിച്ചിട്ട് ആ യോഗമാർഗത്തെ ദേവി ഉപദേശിക്കാൻ തുടങ്ങണു. ന യോഗോ നഭസസ്പൃഷ്ടേ ന ഭൂമൗ നരസാതലേ ഐക്യം ജീവാത്മനോരാഹു യോഗം യോഗവിശാരദ. ഈ യോഗം എന്ന് പറയുന്നത് ന യോഗോ നഭസഹ. ഈ യോഗം എന്നുള്ളത് ആകാശത്തല്ല, ന ഭൂമൗ ഭൂമിയിലല്ല, നരസാതലേ പാതാളത്തിലും അല്ല. അപ്പോൾ ഇതാണല്ലോ 3 ലോകങ്ങൾ, ത്രിലോകങ്ങൾ എന്ന് പറയുന്നത്. ഊർധ്വലോകങ്ങൾ 6, ഭൂമി 7, ഭൂമിക്കടിയിലുള്ള അധോലോകങ്ങൾ 7. അങ്ങനെ ഇതിനെ 7 14 ലോകം എന്നും പറയും, ത്രിലോകങ്ങൾ എന്നും പറയും. അപ്പോൾ ഈ യോഗം എന്നുള്ളത് ഈ 3 ലോകത്തുമല്ല എന്നാണ് പറയണത്. യോഗം എന്നത് പിന്നെ എവിടെയാണ്, എന്താണ് എന്ന് ചോദിച്ചാൽ ജീവാത്മാവും പരമാത്മാവും ഉള്ള ഐക്യമാണ് യോഗം എന്ന് മനസ്സിലാക്കണം. ആകാശത്തോടോ ഭൂമിയോടോ പാതാളത്തോടോ ഉള്ള യോഗം അല്ല എന്നർത്ഥം. അപ്പം ഈ യോഗം എന്ന് പറഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യത്തിനെയാണ്. പതാഞ്ജലിയും അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
ഈ യോഗം എന്നുള്ളത് യുജ്ജ എന്നുള്ള പദത്തിൽ നിന്നും വന്നതാണ്. യുജ്ജ എന്ന പദത്തിൻ്റെ അർത്ഥം യോജിപ്പിക്കുക എന്നാണ്. യോജിപ്പിക്കുക, കൂട്ടിയോജിപ്പിക്കുക. യുജ്ജ്, അതിൽ നിന്നാണ് യോഗം എന്നത് വന്നത്. അപ്പം എന്തിനെയാണ് കൂട്ടിയോജിപ്പിക്കേണ്ടത്, എന്തിനോടാണ് കൂട്ടിയോജിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഈ ജീവാത്മാവാകുന്ന നമ്മളെ പരമാത്മാവാകുന്ന ചൈതന്യത്തോടു കൂടിയിട്ട് യോജിപ്പിക്കുന്നതായിട്ടുള്ളതിനെയാണ് യോഗം എന്ന് പറയുന്നത്. അപ്പോൾ യോഗം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യോഗാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ചെയ്യുന്ന അഭ്യാസങ്ങളെയാണ് യോഗാഭ്യാസം എന്ന് പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. മനസ്സിനെ ഭഗവാനുമായിട്ട് അല്ലെങ്കിൽ ദേവിയുമായിട്ട് യോജിപ്പിക്കുന്നതായിട്ടുള്ള ആ പ്രവൃത്തി, ആ ക്രിയ, അതിനെയാണ് യോഗാഭ്യാസം എന്ന് വാസ്തവത്തിലെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ള, പതാഞ്ജലിയും പറഞ്ഞിട്ടുള്ളത്. ഇനി പതാഞ്ജലി എഴുതിയതായിട്ടുള്ള പതാഞ്ജലി ഋഷി എഴുതിയതായിട്ടുള്ള ആ യോഗമാർഗവും അതുതന്നെയാണ്. അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ജീവാത്മാവും പരമാത്മാവും തന്നെ തമ്മിലുള്ള ഐക്യം, അതായത് മനസ്സും ഉള്ളിലുള്ള ആത്മശക്തിയും തമ്മിലുള്ള ഐക്യത്തിനെയാണ്. പക്ഷേ ഈ യോഗമാർഗത്തെ ഇന്ന് പലരും തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് യോഗ ചെയ്യണോ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ യോഗാഭ്യാസം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പോഷണത്തിന് വേണ്ടിയിട്ടാണ്. വയറ് കുറയ്ക്കുക, തടി കുറയ്ക്കുക, ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള വേദനകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതില്ലാതെ കണ്ടാക്കുക, നല്ല മെയ് വഴക്കമുണ്ടാവുക, മനസ്സിലായില്ലേ? അങ്ങനെ പല ആവശ്യങ്ങൾക്കുമായിട്ടാണ് ഈ യോഗാഭ്യാസം ചെയ്തു വരുന്നത്. പ്രാണായാമം അങ്ങനെ മുതലായുള്ള പ്രക്രിയകളെ കൊണ്ട് നമ്മളുടെ ലങ്സിനെ, ലിവറിനെ, ഹാർട്ടിനെ, കിഡ്നിയെ, അതേമാതിരി ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പലതിനെയും പോഷിപ്പിക്കുക. അപ്പം അത് യോഗത്തിലൂടെ നടക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. യോഗാഭ്യാസം ചെയ്യുന്ന സമയത്ത്, നമ്മളിതെല്ലാം ചെയ്യുന്ന സമയത്ത് വാസ്തവത്തിൽ അതൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ വാസ്തവത്തിൽ പതഞ്ജലിയുടെ യോഗമാർഗം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ശരീരത്തിൻ്റെ പോഷണത്തിനോ ശരീരത്തിനെ നന്നാക്കി വയ്ക്കാനോ ശരീരത്തിൻ്റെ രോഗങ്ങളില്ലാതെ കണ്ടാക്കാനോ മാറ്റാനോ ഒന്നുമല്ല. ആ മനസ്സിൻ്റെ ലയം പരമാത്മാവുമായിട്ട് അല്ലെങ്കിൽ പരാശക്തിയുമായിട്ടുണ്ടാവാൻ. അതിനിപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. കാരണം ആദ്യം ഈ ശരീരത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ. ശരീരം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ സമൂഹത്തിനെയാണ് ശരീരം എന്ന് പറയുന്നത് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ സമൂഹങ്ങളെ കൺട്രോൾ ചെയ്യുക. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്ത് ഒതുക്കിയാൽ കർമ്മേന്ദ്രിയങ്ങൾ താനേ ഒതുങ്ങും. കാരണം കർമ്മേന്ദ്രിയങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള റോ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഈ ജ്ഞാനേന്ദ്രിയങ്ങളാണ് പുറത്തുനിന്ന്. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങളെ ഒതുങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇന്ദ്രിയ സംയമനമായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങളും ഒരു വശത്ത് ഒതുങ്ങും. അങ്ങനെ ഈ 10 ഇന്ദ്രിയങ്ങളെയും ആദ്യം നമുക്ക് സംയമനം ചെയ്യാൻ കഴിയണം.
അപ്പോൾ യോഗയുടെ ഭാഗമായിട്ടുള്ള അഷ്ടാംഗ യോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം മുതലായവയൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇന്ദ്രിയങ്ങളെ നമ്മളുടെ വശത്താക്കാനാണ്.